നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് നിങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അസൈൻമെന്റ് ഒക്കെ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലി സൈറ്റിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പർ ടൈമിൽ തന്നെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ പെന്ന് യൂസ് ചെയ്യുന്നതാണെങ്കിലും അതല്ല, നമുക്ക് ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര MB വേണം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മിനിമം നമുക്ക് അസൈൻമെന്റ് പേജസ് എന്ന് പറയുന്നത് 10 പേജെങ്കിലും ഉണ്ടായിരിക്കണം. കണ്ടന്റ് മാത്രം 10 പേജെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം നമുക്ക് 10 MB ആണ് പറയുന്നത്. കാരണം നമ്മൾ എല്ലാവരും അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും, PDF ഫോമാറ്റിലായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 10 MB കുറയാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ 10 പേജിൽ കുറയാൻ പാടില്ല. അത്രയും നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്? ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ടേം ആൻഡ് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 30 മാർക്കിൻ്റെ അസൈൻമെന്റ് ആണെങ്കിലും നമുക്കതിന് മിനിമം പാസ് മാർക്കെങ്കിലും നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അസൈൻമെന്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടേം ആൻഡ് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അസൈൻമെന്റും. അതുപോലെ തന്നെ അസൈൻമെന്റ് നമുക്ക് PDF ഫോമാറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് ആണ് ഉണ്ടായിരിക്കുക. സെറ്റ് 1 സെറ്റ് 2 എന്നുള്ള രൂപത്തിലായിരിക്കും അസൈൻമെന്റ് ഉണ്ടായിരിക്കുക. അപ്പം ഏത് പേപ്പറാണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നത്, ആ പേപ്പറിന് 2 അസൈൻമെന്റ് വരുന്നുണ്ട്. അപ്പം അതാരും മറന്നു പോകരുത്, പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, 10 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റ് ആണോ 15 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റ് ആണോ നിങ്ങൾ വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ആൻസേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് ഫേസിംഗ് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് 10 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റ് ആണോ വെക്കാൻ പറയുന്നത്, എത്ര മാർക്കിന്റെ പേപ്പർ ആണോ ഉള്ളത്, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫേസിംഗ് ഷീറ്റ് വെക്കാനായിട്ട്. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 മാർക്കാണോ 15 മാർക്കാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഫേസിംഗ് ഷീറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഇപ്പോൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ എല്ലാതും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം നിർബന്ധമല്ല. പക്ഷേ ലാംഗ്വേജസ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് മലയാളത്തിൽ റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് മാർക്ക് കുറയൊന്നുമില്ല. പക്ഷെ മലയാളത്തിലാണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളം വാക്കുകൾ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാത്ത രൂപത്തിൽ പ്രോപ്പർ മലയാളം തന്നെ നിങ്ങൾ അതിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമുകളിൽ നിങ്ങൾക്കിപ്പം അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ LSCകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും അറിയാമായിരിക്കും നിങ്ങളുടെ LSC സെൻറ്റർ ഏതാണ്, അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം സ്റ്റഡി സെന്റേഴ്സിന് ഇപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടും 10 MB ആണ് പറയുന്നത്. ആ ഒരു 10 MB കുറയാത്ത അസൈൻമെന്റ് നിങ്ങൾ PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്കെച്ച് പെന്നൊന്നും കൂടുതൽ യൂസ് ചെയ്യാതെ പെന്ന് വെച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ ഒരു സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മഷി കലരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക.
കുറയ്ക്കുക. അതിന് പകരം നിങ്ങൾക്ക് പെന്നോ അല്ലെങ്കിൽ പെൻസിലോ വെച്ചിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് റെഡിങ് അല്ലെങ്കിൽ ഗ്രീനിങ് ഒന്നും യൂസ് ചെയ്യാതെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂ പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നോ യൂസ് ചെയ്തിട്ട് മാത്രം അസൈൻമെന്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്